ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഒരു കുറച്ച് രാവിലത്തെ തിരക്കും പരിപാടികളൊക്കെ കാണിക്കുന്ന ഒരു ചെറുതായിട്ടുള്ള എന്നാൽ അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കിച്ചണിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ആക്ച്വലി ഞാൻ തലേദിവസം തന്നെ ഡിസൈഡ് ചെയ്യും നെക്സ്റ്റ് ഡേ ഞാൻ രാവിലെ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് എന്താ, ലഞ്ച് എന്താ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്ത് വെക്കും. പക്ഷേ എന്നാൽ പോലും എനിക്ക് കിച്ചണിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരു കൺഫ്യൂഷനാണ് എന്താ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു, ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം അരച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് എടുക്കുന്ന രീതിക്കാണ് ഞാനത് എടുത്ത് വെക്കുക. പിന്നെ ഒരു ദിവസം വട്ടയപ്പം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു ഇത്തിരി മാവും കൂടെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മാവെടുത്ത് വെളിയിലേക്ക് വെച്ചിട്ട് ആദ്യം തന്നെ സവോള എടുത്തിട്ട്, ഇപ്പോൾ രാവിലെ സവോള അരിയുന്നത് എനിക്ക് കണ്ടുകൂടാത്തൊരു കാര്യമാണ്, പക്ഷെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ സവോള എടുത്തിട്ട് ഇങ്ങനെ 2 അല്ല 4 ആക്കി അത് പൊട്ടിച്ചിട്ട് അത് വെള്ളത്തിനകത്തേക്ക് കുറച്ച് നേരം ഇട്ട് വെക്കും. അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അരിയുമ്പം നമ്മുടെ കണ്ണെരിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫൈൻഡിങ്. ഈ സവോളയ്ക്ക് ഇങ്ങനെ മറ്റേ പ്രോപ്പർട്ടീസ് റിയാക്ട് ചെയ്യും, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കറക്റ്റാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പക്ഷേ രാവിലെയൊക്കെ സവോള അരിയുന്ന ദിവസങ്ങളിൽ ഞാനിങ്ങനെ ചില ദിവസം ഇങ്ങനെ ഉടായ്പൊക്കെ കാണിക്കാറുണ്ട്. അപ്പം അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞാൻ അരിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് കുക്കറിനകത്തേക്ക് ഇട്ട് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ലാന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഗ്യാസൊക്കെ ഓൺ ചെയ്യാൻ വേണ്ടി പോയി. ഇത് നമ്മുടെ അവിടുത്തെ വെളിയിലത്തെ വ്യൂ ആണ്. ഇത് അപ്പുറത്ത് കാണുന്നത് ഒരു റെസ്റ്റോറൻറ്റ്, അതിന് മുകളിൽ പബ്ബാണ്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട്, ഇത് നമ്മളിവിടെ കിച്ചണിൻ്റെ സൈഡിലുള്ള ബാൽക്കണിയിലാണ് കേട്ടോ തുണി കാര്യങ്ങളൊക്കെ വിരിച്ചിടുക. അപ്പോൾ രാവിലത്തെ ഒരു വെയിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് തുണികളൊക്കെ നല്ലപോലെ ഉണങ്ങും. അപ്പോൾ ഞാൻ ആ ഇറങ്ങിയ ഗ്യാപ്പിന് തുണിയൊക്കെ ഇണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പം ഞാനത് തലേദിവസം തന്നെ ഇങ്ങനെ പല ലെവലിലായിട്ട് താത്തി ഇട്ട് കൊടുക്കും. അപ്പോൾ അടുത്ത ദിവസം രാവിലെ വെയിലടിച്ച് ഉണങ്ങുക എന്നുള്ളത് കുറച്ച് എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പിന്നെ വീടൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഹൗസ് ഹെൽപ്പ് ഉണ്ട്. അവർ ഡെയിലി 9 മണിയാകുമ്പോൾ വന്നിട്ട് പിന്നെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് പോവും. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുള്ളായിട്ടൊരു മെസ്സാവും. പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ല, കാരണം അവർ വരുമല്ലോ എന്നുള്ളൊരാശ്വാസത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അരി കഴുകി കുക്കറിനകത്താക്കി വെച്ചു. കുക്കറിനകത്താണ് ചോറ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു ഗ്ലാസ്സൊക്കെ മതിയാവും. അത് കുക്കറിനകത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് മറ്റേ അരിപ്പ പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് ഊറ്റിയെടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കറിക്കുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ തലേദിവസം ഞാൻ ഓൾറെഡി മോര് കാച്ചിയത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് മോര് കാച്ചിയത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ പിന്നെ വെജിറ്റബിളായിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പം ഉണ്ടായിരുന്നത് പലക്കാണ്. അത് നമുക്ക് മിൽക്ക് ബാസ്ക്കറ്റ് എന്നുള്ള ആപ്പിൽ നിന്ന് രാവിലെ പാല് വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പാല് സബ്സ്ക്രൈബ് ചെയ്തേക്കണതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അത് അവർ ഡെലിവറി ചെയ്ത് തരും. ഇപ്പോൾ രാവിലെ അതുപോലെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാല കിട്ടുമ്പം അതിനകത്ത് ചിലപ്പോൾ ഒരുപാട് ഡേർട്ടും ഡസ്റ്റൊക്കെ കാണും. ബിക്കോസ് അത് മണ്ണിൽ നമ്മുടെ ലോക്കലൊക്കെ ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ ഈ വീടിൻ്റെ പുറകുവശത്തെ സൈഡിലൊക്കെ ആൾക്കാർ നട്ടിട്ട് ചിലപ്പോൾ അതിൽ മുടി പാർട്ടിക്കിൾസ് കാണാൻ സാധ്യതയുണ്ട്. ലോക്കൽ ഷോപ്സിൽ നിന്ന് മേടിക്കും. ഇതിപ്പോൾ നമ്മൾ ഓൺലൈൻ മേടിക്കുന്ന കാരണം വേരൊക്കെ വെട്ടിയിട്ട് ഓൾമോസ്റ്റ് ഒന്ന് ക്ലീൻ ആയിട്ടാണ് വരിക. എന്നാലും അത് പല പ്രാവശ്യം വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയിട്ടൊക്കെ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെക്കാൻ വളരെ സിമ്പിളായിട്ടാണ് വെക്കുക. കടുക് പൊട്ടിച്ചിട്ട് സവോളയും പിന്നെ പച്ചമുളകും പിന്നെ ഈ ലീവ്സ് കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൈവെള്ളം തളിച്ചത് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുക. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഫുള്ള് റെക്കോർഡ് ചെയ്യണമെന്ന് കരുതി ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും കുറേ നാളായില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് കരുതി ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ ബ്രേക്ക് ആവും. പിന്നെ അതിനകത്ത് കണ്ടു തുടങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എൻ്റെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ സവോളയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചെന്ന് പറഞ്ഞില്ലേ അരിയുന്നതിന് കുറച്ച് സമയം മുന്നേട്ട്, ആ സമയത്ത് പാരലായിട്ട് ഞാൻ മുട്ടയും പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പത്തിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് മുട്ടക്കറിയാണ്. മുട്ടക്കറിക്കകത്തൊരു ചെറിയ ഡിഫക്റ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു പുളി അതിനകത്ത് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ പാരലായിട്ട് ചായ എടുക്കുന്നുണ്ട്. നമ്മളിവിടെ രാവിലെ പ്രിഫർ ചെയ്യണത്, ഇവിടെ തണുപ്പൊക്കെ ആയത് കാരണം കുറച്ച് ജിഞ്ചർ ടീ കുടിക്കുക എന്നുള്ളതാണ് പ്രിഫർ ചെയ്യണത്. അപ്പോൾ രാവിലെ ജിഞ്ചർ ടീ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ ഡാൻസ് കളിച്ച് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പമാണ്. അപ്പോൾ അപ്പവും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഒറ്റയടിക്കാനും ഉണ്ടാക്കി വെക്കട്ടെ. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നുള്ള സംഭവം ഒറ്റയടിക്ക് തന്നെ ഉണ്ടാക്കി വെക്കും. കാരണം ഓഫീസിൽ പോകേണ്ടതൊക്കെ ആണെങ്കിൽ ഇന്നിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഞാൻ പിന്നെ ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം എല്ലാം ഒറ്റയടിക്കാക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റ ബൈ, ടേക്ക് കെയർ.